അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നാടൻ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചായക്കടകളിലൊക്കെ കിട്ടുന്ന ബോണ്ടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 3 അണി ശർക്കര അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാനായിട്ട് വെക്കാം. ശർക്കര അവിടുന്ന് ഉരുകുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പാകത്തിന് ഉപ്പ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോഴേക്കും നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്റ്റെയിനറിലൂടെ അരിച്ചിട്ട് മാറ്റി വെക്കുക. പിന്നെ 2 ചെറുപഴം എടുക്കുക. ഞാനൊരു വലിയ ഇവിടെ കിട്ടുന്ന ഫിലിപ്പൈനി പഴം എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഉടച്ചു കൊടുക്കുക. അതും കൂടി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിൻ്റെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം അതിൻ്റെ കട്ടകളെല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കുക. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളെ കയ്യിൽ തേങ്ങ കൊത്തുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിരവിയ തേങ്ങയാണ് ഇതിന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നേരം വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ മിക്സിലേക്ക് നമുക്ക് ശർക്കരപ്പാനി കുറേശ്ശെയായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു ടൈറ്റ് ബാറ്ററാക്കിയിട്ട് 1 മണിക്കൂറോളം ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. ശർക്കര എനിക്ക് ഫുള്ള് ആവശ്യം വന്നിട്ടില്ല. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ചൂടാക്കിയിട്ട് നമുക്കിത് കയ്യിൽ വെള്ളം തൊട്ടിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഏറ്റവും ചെറിയ സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് പുറംഭാഗം കരിഞ്ഞു പോകും, ഉൾഭാഗം വെന്ത് കിട്ടുകയും ചെയ്യില്ല. സമയം എടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അങ്ങനെ നമ്മുടെ നാടൻ തട്ടുകട സ്റ്റൈല് ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് വൈകുന്നേരത്തെ നല്ല ചായൻ്റെ കൂടെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എണ്ണയിലേക്കിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നല്ല ബോൾ ഷേപ്പിൽ കിട്ടുന്നത് നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തത് കൊണ്ടാണ്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. നമ്മൾ ചായ കുടിച്ചിട്ട് വൈകുന്നേരം ഇവിടെ റാസൽ ഖൈമയിലുള്ള കുട്ടികൾക്ക് വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്ഥലത്തിൻ്റെ വീഡിയോ കൂടി കാണിക്കുന്നുണ്ട്. അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹലോ ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഹിഡൻ ജെമ്മല്ല, മറിച്ച് റാസൽ ഖൈമയിലെ എല്ലാവർക്കും സുപരിചിതമായ മനാർ മാളിൻ്റെ റിനോവേറ്റഡ് ക്രീക്ക് സൈഡാണ്. ഇതവർ 8 വർഷത്തോളമായിട്ട് പൂട്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിനോവേറ്റ് ചെയ്ത് കോവിഡ് സമയത്താണ് റീഓപ്പൺ ചെയ്തത്. ക്രീക്ക് സൈഡിൽ വന്ന മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ മീറ്റപ്പ് ആണെങ്കിലും ഗെറ്റ് ടുഗെദർ ആണെങ്കിലും കിൻഡർ ഗാർഡനിലെ പിക്നിക്ക് പോലും മനാർ മാളിലാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. അന്ന് ഈ ക്രീക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടൈൽസും പിന്നെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് ലോണും ഈന്തപ്പനകളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. അവരിത് 8 വർഷത്തോളം കംപ്ലീറ്റ് ഈ ക്രീക്ക് സൈഡ് പബ്ലിക്കിനെ ക്ലോസ് ചെയ്തിട്ട് A to Z റിനോവേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ കോവിഡ് സമയത്ത് റീഓപ്പൺ ചെയ്തത്. സൈഡിൻ്റെ ആർക്കിടെക്ചർ ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ നേരെ അങ്ങേ അറ്റത്ത് കൂടി നോക്കിക്കഴിഞ്ഞാൽ ഷെയ്ഖ് സായിദ് പള്ളിയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ജയൻറ്റ് വീലുമാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഒരു സൺസെറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ലൈറ്റ് ഇടും. അപ്പോൾ ഈ ടണലിൻ്റെ ചുറ്റും LED സ്ട്രിപ്സ് ഉണ്ട്. അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഫോട്ടോ എടുക്കാനൊന്നും രാത്രി ആയി കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ ഒരു 5 മണിക്ക് മുന്നേ ഈ ക്രീക്ക് സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല ഫോട്ടോ ഒക്കെ കിട്ടും.
പിന്നെ ഭയങ്കര സമാധാനമാണ്, ഒരുപാട് ശബ്ദങ്ങളൊന്നുമില്ല. കുട്ടികൾക്ക് കളിക്കാൻ കുറേ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമുണ്ട്. ഊഞ്ഞാലാടാനാണെങ്കിലും ഇരിക്കാനാണെങ്കിലും ഒക്കെ ഇഷ്ടം പോലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഇവിടെ ഉണ്ട്. ഇനിയുള്ള ക്രീക്ക് സൈഡിൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് സർവീസാണ്. 15 ദിറംസിന് മേലോട്ടാണ് അവരുടെ ചാർജ് വരുന്നത്. പക്ഷെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് കോവിഡ് കാരണം 5 മാസത്തോളമായിട്ട് അവർക്കിത് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ടെമ്പററിലി ഇപ്പോൾ അടച്ചിട്ടിട്ടുള്ളത്. പിന്നെ ഈ ക്രീക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റാസൽ ഖൈമയിലെ പ്രധാനപ്പെട്ട ലാൻഡ് മാർക്സ് എല്ലാം കാണാൻ പറ്റും എന്നുള്ളതാണ്. കണ്ടൽ കാടുകൾ, പിന്നെ റാസൽ ഖൈമയിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ടവേഴ്സായ ജുൾഫാർ ട്വിൻ ടവേഴ്സ്, ഷെയ്ഖ് സായിദ് പള്ളി, പിന്നെ ജൈൻറ്റ് വീല്, നമ്മുടെ പാലം ഒക്കെ കാണാൻ പറ്റും. അതും നല്ലൊരു വ്യൂ ആണ്. ആ ഫുൾ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടും. റാസൽ ഖൈമയിലുള്ള ആളുകൾക്ക് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് മനാർ മാൾ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും എന്തോ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് ഈ സ്ഥലത്തിനോട്. ഒരുപാട് മെമ്മറീസ്, സ്കൂളിലെ മെമ്മറീസ് ഒക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് റീഓപ്പൺ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. പിന്നെയുള്ളൊരു കാര്യം, ഇത്ര ഭംഗിയുള്ള വ്യൂ ഉള്ള ക്രീക്കുള്ള മാജിദ് അൽ ഫുത്തൈമിൻ്റെ സിറ്റി സെൻറ്ററിലുള്ള മാള് മനാർ മാൾ മാത്രമാണ്. രാത്രി 10 മണി കഴിഞ്ഞാൽ ഇവർ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ മാസ്കും ഗ്ലവ്സും സാനിറ്റൈസറും എല്ലാം യൂസ് ചെയ്യുക. നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള നിയമങ്ങൾ പാലിക്കാൻ പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോസിനൊക്കെ നല്ല റിവ്യൂ ഉണ്ട്, അൽഹംദുലില്ലാ. അതിലൊക്കെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഇതുപോലെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് എല്ലാം കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.